ലക്ഷക്കണക്കിന് ആൾക്കാർ, കുട്ടികൾ, ഈ ചെറുപ്പക്കാരായാലും പെൺകുട്ടികളാണൊക്കെ ഒരു ചാൻസിന് വേണ്ടി ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതിൽ കുറച്ച് പേർക്ക് ഒരു ഭാഗ്യം കിട്ടിയ കുറച്ച് പേർക്ക് അവസരം കിട്ടുന്നുമുണ്ട്. അങ്ങനത്തെ ഒരു ഭാഗ്യശാലിയാണ് സ്നേഹ അല്ലേ? ആ ഭാഗ്യം സ്നേഹയ്ക്ക് ജീവിതത്തിൽ തുണയായിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചേട്ടാ. ഞാൻ ആക്ച്വലി ഞാനൊരു MBA ഗ്രാജുവേറ്റ് ആണ്. ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഈ നമ്മുടെ സീരിയൽ ഇൻഡസ്ട്രിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന ബിജു വെൺമകിൽ എന്ന് പറഞ്ഞൊരു കൺട്രോളർ ചേട്ടൻ ഇങ്ങനെ പറയുണ്ടായിരുന്നു, എടി ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നിനക്ക് വന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നൊക്കെ ചേട്ടൻ ഇങ്ങനെ പറയണ്ടായിരുന്നു. ചേട്ടനാണ് ഈ പണി തന്നത് അല്ലേ? ആറുമായിട്ട് വർക്ക് കിട്ടുന്നില്ല ICICI ബാങ്കിൽ? അല്ല, അതിനൊക്കെ ശേഷം, അതിപ്പോൾ MBAക്ക് ശേഷം. ഓ ശരി. അതെ അതെ. അപ്പം കുഞ്ഞിലെ ചേട്ടൻ ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ സത്യം പറഞ്ഞാൽ താല്പര്യമില്ല. അച്ഛനെ എനിക്കറിയാം. ചേട്ടൻ ഇങ്ങനെ വന്നിട്ട് എന്തായിരുന്നു പറയണത്, ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഇങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അന്നേരം എനിക്കിഷ്ടമാണ് ഇതിലേക്ക് വരാനായിട്ട്. കാരണം എൻ്റെ വീട്ടിൽ വൈകുന്നേരം ഒരു 6 മണി തൊട്ട് വീട്ടിൽ എന്താ പറയുക, ഈ ഒരു ഏഷ്യാനെട്ടോ സൂര്യ TV അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാനൽ വെച്ചുകൊണ്ടിരിക്കുമല്ലോ, സീരിയലായിരിക്കുമല്ലോ ഫുൾ ടൈം. പിന്നെ ഒരു 10 മണി വരെ ഫുള്ളും സീരിയലായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ ആഹാരം കിട്ടുന്നില്ല. അല്ല, അപ്പോൾ നമുക്കും ഒരു ആർക്കായാലും തോന്നുമല്ലോ, ഒന്ന് ഞാനാണ് ഇപ്പം ഞങ്ങളിപ്പം വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഞാനാണ് അതിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മളാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഞാൻ ക്ലാസിക്കൽ ഡാൻസാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലാസിക്കൽ ഭരതനാട്യം. പക്ഷെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അരങ്ങേറാനായിട്ട് പറ്റിയില്ല. ഡാൻസ് അറിയത്തില്ലായിരുന്നു. ഡാൻസ് ഒക്കെ അറിയാം. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് തോന്നുന്നു സീരിയലിൽ അഭിനയിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ ഫസ്റ്റ് അഭിനയിക്കുന്നല്ലേ? അതിന് മുമ്പേ ഫേമസ് ആണ്. ഇൻസ്റ്റയിൽ ഭയങ്കര എന്നെ ആനന്ദം കാണിച്ചിരുന്നത് ഭയങ്കര ഫേമസ് ആണല്ലോ അല്ലേ? മില്യൺ കണക്കിന് വ്യൂ ഒക്കെയാണ്. ഇതിനെന്താ പ്രശ്നം പറ്റിയത്? ചേട്ടാ, എനിക്ക് ഡാൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഈ ബോൺ ടാലന്റ് എന്നൊക്കെ പറയൂലേ, ഇങ്ങനെ പൊക്കി പറയാനല്ല എന്ന് വെച്ചിട്ട്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസ് ചെയ്യാനായിട്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഡാൻസറേ അല്ല, മറ്റേ ഹിപ്പ് ഹോപ്പ് അതൊന്നും എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ എനിക്കിഷ്ടമാണ്. ഇഷ്ടത്തോടെ നമ്മളൊരു കാര്യം ചെയ്യുമ്പം അതിന് എന്താ പറയുക, ഒരു 100% റിസൾട്ട് കിട്ടുന്നൊക്കെ പറയൂലേ. അപ്പോൾ അതുപോലെ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ എനിക്കത് ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്.